കൂട്ടുകാരെ, എല്ലാ കുട്ടികൾക്കും മറ്റൊരു +2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് +2-ലെ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിസസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതിൻ്റെ ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണണം. ഇത്തിരി പ്രശ്നക്കാരനാണ്, അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നതുകൊണ്ട് രസമില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഇത്തിരി ഒന്ന് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ആണ്, അതിനും ഇപ്പോൾ സമയമായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സമയമായിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെട്രിക്സാണ്. കാരണം ആർക്കും ഇത്തിരി മനസ്സിലായി, ഒരു +2-നെ ബോറിംഗ് ഇല്ലാതെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അതാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഉള്ള മക്കളെ ജോയിൻ ചെയ്യാം. സിമ്പിൾ, സൂപ്പർ. നിങ്ങൾക്ക് ഫുൾ മാർക്കിലെത്താനുള്ള എല്ലാ വഴിയിലുണ്ടാവും. ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും നമുക്കൊരു 45+-ലെത്താനുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ പാക്കേജും തരും. ഫുൾ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പാക്കേജും തരും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും തന്നുള്ള ക്ലാസ് ആയിരിക്കും. ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുട്ടി ക്വസ്റ്റ്യനോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ആ ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ അത് എക്സാമിന് ഉറപ്പുള്ളതാണ്, പഠിച്ചോണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. കൺസ്ട്രക്ട് എ 2/3 മെട്രിക്സ്. എന്താ ഈ 2/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? 2 റോയും 3 കോളം, 6 പേര്, അത്രേ ഉള്ളൂ കേട്ടോ. 2 റോയും 3 കോളം ഉള്ള ഒരു മെട്രിക്സിനെ നിങ്ങൾ ഫോം ചെയ്യണം. അതിനുള്ളിലുള്ള ആൾക്കാരുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. ഹൂസ് എലിമെൻറ്റ്സ് ആർ aij ഈസ് ഈക്വൽ ടു മോഡുലസ് i-2j/2. ഓക്കെ, മോഡുലസ് i-2j ഹോൾ ബൈ 2 വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു 2/3 മെട്രിക്സിനെ അങ്ങോട്ട് ജനറലായിട്ട് എഴുതാം. സ്റ്റാർട്ടിങ് ഫ്രം A11. മറന്നുപോയല്ലേ, ഏത് മെട്രിക്സ് ചോദിച്ചാലും സ്റ്റാർട്ട് ചെയ്യേണ്ടത് A11 ആണ്. അടുത്തത് A12. ഓക്കെ, അടുത്തത് A13. അടുത്തത് അങ്ങോട്ട് എഴുതരുത്. ഓക്കെ, എന്തുകൊണ്ടാ? 2/3 A13 അതാണ്. ഓക്കെ, 2/3 ആവുമ്പോൾ ഓർത്തോണം, A13യെ കൊണ്ടുവന്ന് ഫസ്റ്റ് റോ നിർത്തണം. ഓക്കെ, നെക്സ്റ്റ് A21, A22, A23 കഴിഞ്ഞു. 2/3 ഇതാണ് 2/3യുടെ ജനറൽ മെട്രിക്സ്. 2 റോ 3 കോളം, ശരിയല്ലയോ? 2 റോ 3 കോളം. ഇനി ഇതിനുള്ളിലുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് ഈ ഫോർമുല വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുമ്പോൾ പരിപാടി കഴിഞ്ഞു. സിമ്പിളാക്കി അങ്ങോട്ട് മനസ്സിനങ്ങോട്ട് സന്തോഷമുള്ള പോലെ ഇതിപ്പോൾ അങ്ങോട്ട് പഠിക്കണം മാത്സിനെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അത് അങ്ങോട്ട് നിർവഹിച്ചേക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ അതിനോട് ഒന്ന് നോക്കി എന്നാൽ മതി. നമ്മൾ പഠിപ്പിക്കുന്ന വളരെ എളുപ്പം, ഏത് കുട്ടിക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാവണം, ഇൻട്രസ്റ്റോടുകൂടി. ആ രീതി കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം A11 അങ്ങോട്ട് തുടങ്ങാം. A11 എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിൽ വരേണ്ട ഇവിടുത്തെ എലമെൻ്റ് ആണേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? i-യുടെ പ്ലേസിൽ 1 കൊടുക്കണം, j-യുടെ പ്ലേസിലും 1 കൊടുക്കണം. അത്രമേ ഉള്ളൂ. അപ്പോൾ i-2j എന്ന് പറയുമ്പോൾ 1 - 2 × 1 മോഡുലസ് ഇട്ടാക്ക് ബൈ 2. 2 × 1 എത്ര മോനെ? 2 × 1 2 ആ. അപ്പോൾ 1 - 2. 1 - 2 എത്ര മോനെ? -1/2. പുറത്ത് വരുമ്പോൾ 1/2. ദാറ്റ്സ് ഓൾ. ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. അടുത്തത് A12. A12 എന്ന് പറയുമ്പോൾ i-ക്ക് 1 j-ക്ക് 2 കേട്ടോ. ഇത് i-യാ, ഇത് j-യാ. അപ്പോൾ ഇവിടുത്തെ i-ക്ക് 1 j-ക്ക് 2 ആകുമ്പോൾ 1 - 2 × 2. 2 × 4 1 - 4 -3. പുറത്ത് വരുമ്പോൾ മോഡുലസിൽ നിന്ന് പുറത്ത് വരുമ്പോൾ +3/2. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് 3/2. A13 കണ്ടോ, ഇപ്പോൾ എളുപ്പമായില്ലയോ? നമുക്ക് ഒരെണ്ണം ഒന്ന് ചുമ്മാ ചെയ്തുകൊണ്ട് വന്നെങ്കിലും അടുത്ത് നമ്മുടെ കൈപ്പിടിയിലായ സംഭവം. ഓക്കെ, അപ്പോൾ A13 എന്ന് പറയുമ്പോൾ i-ക്ക് 1 മോനെ, j-ക്ക് 3. അപ്പോൾ A13 എന്ന് പറയുമ്പോൾ i-യുടെ ബേസിൽ 1, j-ക്ക് 3. അപ്പോൾ j-ക്ക് 3 ആകുമ്പോൾ 2 × 3 6. 1 - 6 -5/2. പുറത്ത് വിടുമ്പോൾ 5/2. ഓക്കെ, അപ്പോൾ അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഫസ്റ്റ് റോ കംപ്ലീറ്റ്. നെക്സ്റ്റ് A21 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ചെറിയ ശ്രദ്ധ, അല്ലാതെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഞ്ഞു കാര്യം. A21 എന്ന് പറയുമ്പോൾ i-ക്ക് 2 ആ മോനെ, എന്താണിത്? j-ക്ക് 1. ഇപ്പോൾ 2 × 1 2. ഇതും 2 ആ കണ്ടോ. i-ക്ക് അപ്പം 2 - 2 × 1/2 ഉണ്ടല്ലോ. 2 - 2 × 1/2. 2 × 1 2 ആണ്. 2 - 0 ആണ്. 0/2 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ 0 കിട്ടി മോനെ. A22 എന്ന് പറയുമ്പം i-ക്കും j-ക്കും 2, i-ക്ക് 2, j-ക്ക് 2. j-ക്ക് ആദ്യം 2 കൊടുക്കുമ്പോൾ 2 × 2 4. ഇവിടെ i-ക്ക് 2, അപ്പോൾ 2 - 4 2 - 4 -2. പുറത്ത് വരുമ്പോൾ 2/2 1. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കിട്ടി. ഇങ്ങനെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാം എഴുതി കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് തോന്നുക തെറ്റത്തില്ല. അങ്ങനെ തെറ്റാതെ നമ്മുടെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. മനസ്സിൽ കൂടെ മാക്സിമം കടത്തിവിട്ട് ആൻസർ പുറത്ത് വരുന്നതിനെ മാത്രം എഴുതാൻ ശീലിക്കണം കേട്ടോ. നമ്മുടെ ഒരു എൻട്രൻസ് ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെ വേണം. നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ എൻട്രൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻട്രൻസും പ്ലസ് ടുയോട് ജോയിൻ ചെയ്യുന്നവർക്ക് ഫീസ് വളരെ കുറവുണ്ടതാണ്. ഓക്കെ, അപ്പോൾ A2 ലാസ്റ്റ് തീർന്നു പോലെ A2 എന്ന് പറയുമ്പോൾ ഐക്ക് 2 ജെയ്ക്ക് 3 ആദ്യം അതാ ജെയ്ക്ക് 3 ആകുമ്പോൾ 2 × 3 6. ഇതെത്രയാണ് 2. അപ്പം 2 - 6 എത്രയാണ് -4. പുറത്ത് വരുമ്പോൾ 4/2 അത്രേ ഉള്ളൂ. അപ്പോൾ പരിപാടി ക്ലോസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെട്രിക്സ് കിട്ടിയാൽ നമ്മൾ അറിയാതെ സംഭവം കിട്ടി. വലിയ ക്വസ്റ്റ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പോൾ ഇത് ഇന്നത്തെ ഈ ചെറിയ കുട്ടി ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, ചെറിയ ക്ലാസ്സുകളാണ് തരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഒത്തിരി സമയം കളഞ്ഞ് ക്ലാസ് തന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളിത് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി പ്രയോജനമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.